അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടുത്തിടെയായിട്ട് ചില വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. വിഷയം മറ്റൊന്നുമല്ല, മടവൂർ കാഫില, CM മടവൂർ. ചില സമയത്ത് കുറച്ച് കാലങ്ങളായിട്ട് പറയണമെന്ന് തോന്നിയൊരു കാര്യം, CM മടവൂർ കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 1929 ജനനം. CM അബൂബക്കർ ബാക്കവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. വിഷയം അതൊന്നുമല്ല. അദ്ദേഹം ബാക്കിയാത്തിൽ പഠിച്ച് പിന്നീട് തൻ്റെ അടുത്തുള്ള ഇടിയങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് സേവനം ചെയ്ത് നല്ലൊരു ആലിമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദർസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഒക്കെയാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ മാറ്റം വരികയാണ്. അവസ്ഥ മാറ്റം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. ദർസില്ല, ഒന്നുമില്ല. ഏകദേശം 10-15 വർഷത്തോളം ഇടിയങ്ങരയിൽ ഇടിയങ്ങര മമ്മൂട്ടി മൂപ്പൻ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരൻ്റെ വീട്ടിൻ്റെ മുകളിൽ വർഷങ്ങളോളം അദ്ദേഹം അതിൻ്റെ മുകളിൽ തന്നെയാണ് ജീവിച്ചത് എന്ന് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. ഏതായാലും അതിരിക്കട്ടെ, അദ്ദേഹം പണ്ഡിതനല്ലെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആരിഫല്ലാന്നോ അതൊക്കെ അവരും അള്ളയും തമ്മിലുള്ള വിഷയമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന വിഷയം പലപ്പോഴും പറയണം എന്ന് തോന്നിയൊരു കാര്യമാണ്. പണ്ഡിതന്മാർ പോലും പലപ്പോഴും ഇതിൽ കോമാളി വേഷങ്ങൾ കെട്ടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഈ സമൂഹത്തോട് ചിലതൊക്കെ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചില ആൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം അന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചെന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിലധികവും നമ്മുടെ ഈ സ്ത്രീകളായിരിക്കും. അന്ധമായ ഒരു ആരാധന രീതി അള്ളാഹുവിനേക്കാളും മേലെ കൊണ്ടുവെക്കുന്ന ഒരവസ്ഥ നമുക്ക് മുമ്പും ഒരു വലിയൊരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ കോഴിക്കോട്ടുകാർ, അദ്ദേഹത്തിന് അടുത്തറിയുന്ന എത്രയോ ആൾക്കാർ, അവർക്കൊക്കെ പറയും, അവരാരും കേൾക്കാത്ത അല്ലെങ്കിൽ അവരാരും ഇതുവരെ കേട്ടറിവുപോലുമില്ലാത്ത ഒരുപാട് കറാമത്തിൻ്റെ കഥകൾ, കെട്ടുകൾ നമുക്കറിയാം. അടുത്ത് അതിനുവേണ്ടി മാത്രം മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങളിപ്പം ഈ അടുത്ത് 2 വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നുള്ള പ്രസവം. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുൻകഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലോ ആധുനിക സൗകര്യങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വീടുകൾ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രസവം പോലും എത്രത്തോളം നോർമലായിരുന്നു, എത്രത്തോളം സേഫ്റ്റി ഉള്ളതായിരുന്നു എന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുക. അവർ പറഞ്ഞു തരും. ആ പഴയ കാലഘട്ടത്തിൽ അവർ പറഞ്ഞു തരും. പക്ഷെ അന്ന് ഒരു ഗുണം കൂടിയുണ്ട്. അന്ന് സംവിധാനങ്ങളില്ല. അലക്കലായാലും പിടിക്കലായാലും മരക്കലായാലും ഒക്കെ ഗർഭിണികളായ സ്ത്രീകളും പണിയെടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നതുകൊണ്ട് ആയാസം ഉണ്ടായിട്ടില്ല. പക്ഷെ കാലം പുരോഗമിക്കും തോറും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനും ദവാവിനും മരുന്നുണ്ട്. ആ വാക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇത്രയും പുരോഗമിച്ച് ഈ ഒരു കാലഘട്ടത്തിലും ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മതി എന്ന് തുറുവാശി പിടിച്ച് അവസാനം ആ സഹോദരി മരണപ്പെടുകയുണ്ട്. മടവൂർ കാഫില എന്ന് പറഞ്ഞ CM മടവൂരിൻ്റെ കറാമത്തുകൾക്കപ്പുറം, ഞാൻ അങ്ങനെ പറയും, കറാമത്ത് ഇല്ല, മഹാന്മാർക്ക് കറാമത്തുണ്ട്, ഇല്ല എന്നല്ല, മറിച്ച് ഇല്ലാത്ത പലതും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം നാട്ടുകാർ പോലും കേൾക്കാത്ത അല്ലെങ്കിൽ അനുഭവസ്ഥരായ ആൾക്കാർ പോലും അറിയാത്ത പലതുമാണ് ഈ മടവൂർ കാഫില. ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ ഏതെല്ലോ വീഡിയോസിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരുപാട് ആൾക്കാർ, അത് അറിവ് നിലാവിലെ ഉസ്താദായാലും പകരയായാലും പറയുന്നത് പോലെ, അത് പേരോട് സ്ഥാനൂരിക്ക ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് പലപ്പോഴും ഈ ആലിമ്യങ്ങൾ അല്ലെങ്കിൽ ഉസ്താദന്മാർ, വലിയ വലിയ ആലിമ്യങ്ങൾ തന്നെ പലപ്പോഴും ഇതിൽ മൗനം പാലിക്കുകയാണ്. വലിയ അപകടമായ അവസ്ഥയാണ്. CM കൊണ്ടുപോയി പടച്ചോനാക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്.
അല്ലേ? ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതായാലും ഇപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം 29 ഒരു നാട്ടിൽ ജനിച്ച് ബാക്കിയാത്തിൽ പോയി ബാക്കവിയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹാല് മാറി, അല്ലേ? അദ്ദേഹം എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹവും അള്ളയും തമ്മിലുള്ള വിഷയം. അദ്ദേഹത്തിനെ പൈ പറയാനല്ല വന്നത്, CM മടവൂറിനെ പൈ പറയാനല്ല. പക്ഷേ CMൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴും അതിനെ ചൂഷണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് പറയുന്ന അതിനെ ചൂഷണം ചെയ്തിട്ട് ജീവിക്കുന്ന, ഉളുപ്പില്ലാത്ത രീതിയിൽ അതിനിങ്ങനെ വല്ലാണ്ട് പർവ്വതീകരിച്ച് ഈ ഉമ്മത്തിനെ കൂടി വഴിതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന പൗരോഹിത്യങ്ങളെ കാണുമ്പോൾ, ചില ഉസ്താദുമാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ മൗലാക്കന്മാരെ കാണുമ്പോൾ, അലിമിങ്ങളെ കാണുമ്പോൾ, അലിമിങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതിൽപ്പെട്ട ഒരാളാണ് മിന്നാന്ന് ഞാൻ ഇത് പറയാൻ കാരണം. അങ്ങനെ പറഞ്ഞു കൊണ്ടുവരികയാണ് മടവൂറിൻ്റെ എല്ലാ കഥകൾ. കറാമത്ത് എന്ന് പറഞ്ഞ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കറാമത്ത് കഥകൾ കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അഹ്വാല് മാറി നീണ്ട 10-11 കൊല്ലം മമ്മൂട്ടി മൂപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു. നമസ്കരിക്കാൻ പോകാറില്ല, ഒന്നിനും പോകാറില്ല എന്ന് ചരിത്രം കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ തക്ലീഫില്ലാത്ത സമയമാണ്. അതായത് നമുക്കറിയാം, ബുദ്ധി നീങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ചില നിർബന്ധ ഘടകങ്ങൾ അവർക്ക് ബാധകമല്ല. അങ്ങനെയുണ്ട്, അതൊരു വശം. പിന്നെ ഔലിയായിൻ്റെ സ്ഥാനം, അത് അവരും അള്ളയും തമ്മിലുള്ള കാര്യമാണ്. അതിനെ എടുത്തു കൊണ്ടുവന്ന് വല്ലാതെ പർവ്വതീകരിച്ചിട്ട് അതിനെന്തൊക്കെയോ ആക്കി മാറ്റി ഈ സമൂഹത്തിനെയും കൂടി ഇല്ലാതെയാക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തെ വല്ലാണ്ട് അതിനെ വിശ്വാസം കേടുപാട് വരുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായത്തിൽ ചില ആൾക്കാർ എത്തിപ്പെട്ടു എന്ന് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട്. ഇത് പറയാൻ കാരണം, അതിനുവേണ്ടി മാത്രം ജീവിതം ഉയർന്നുവെച്ച ഒരു ഭാഗം ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറഞ്ഞ മടവൂർ കാഫില, അതിൻ്റെ പേരനുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം എല്ലാ നാടുകളിലും പോവും, മടവൂരെക്കുറിച്ച് അന്വേഷിക്കും, എന്നിട്ട് അതിങ്ങനെ ലേബിൾ അതിനെക്കുറിച്ച് ചരിത്രം എഴുതും. അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ പലപ്പോഴും പല വിഷയങ്ങളും അസ്ഥാനത്താണ്. ഈ പറയുന്ന ആൾക്കാർ ഇപ്പം എന്ത് സംഭവിച്ചത്, എല്ലാ വിഷയങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ മനുഷ്യൻ തൻ്റെ സ്വന്തം ഭാര്യയുടെ പ്രാകൃത രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രസവവേദന, ആ സഹോദരി എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഈ വാക്കെല്ലാവരും കേൾക്കണം. ഇന്നും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി താങ്ങ് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവർ ഈ സമൂഹത്തിൽ വളർത്തുന്നതാരാ? അതിലേറ്റവും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ഇടയിൽപ്പെട്ട സുന്നികളെന്ന് പറയുന്ന ഉമ്മമാർ, സഹോദരിമാരാണ് പലപ്പോഴും ഇത്തരക്കാർക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് എന്നത് വലിയ അപകടമാണ്. അത് ഒഴിവാക്കണമെന്ന് പലപ്പോഴും പറഞ്ഞു. പക്ഷെ ഇത് പറയുമ്പോൾ ആർക്കും പിടിക്കില്ല. അവൻ പറയും, അല്ലോ അങ്ങനെയാകും ഇങ്ങനെയാകും, അത് പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. അതന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് മുതൽക്കൂട്ട്, ഇതന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് വളമായി തീരുന്നത്. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ കഴിയണം. ഏതായാലും ആ സഹോദരി ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ ആൾക്കാർ കൂടും. ഇങ്ങനെയുള്ളവർ ഇവരെ പോലുള്ളവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും വിശ്വാസത്തിന് പോലും കോട്ടം വരുന്നത്. പല ആൾക്കാരും വിശ്വാസം പോലും തെറ്റിപ്പോകുന്നത്. ഒന്ന് ചോദിക്കും, ചുട്ട പോയി പറപ്പിക്കുന്നല്ലേ, എന്ത് എൻ്റെ ഭാര്യനെ നീ കൊന്നില്ലേ, ജീവൻ കൊടുക്ക്, മടവൂരിനെ വിളിക്ക്, ജീവൻ കൊടുക്ക്, എല്ലാത്തിലും മടവൂര് മതി എന്ന് പറയുന്നത് നീ ഇവിടെ എന്താ നീ കൈമലത്തിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മറുപടിയില്ല. സത്യം പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ പറയുന്ന ഈ മടവൂർ കാഫിലക്കാരൻ, ഈ പറയുന്ന വ്യക്തി ജയിലിലാണ്. സത്യം പറഞ്ഞാൽ വലിയ പോയത്തരാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയാണ്. ഷാഹിയന്മാരെ വേണ്ട എന്നോ കറാമത്തില്ല എന്നുള്ള അഭിപ്രായക്കാരൊന്നുമല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ അതിരിവിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസിയുടെ വിശ്വാസത്തെ ഭംഗം വരുത്തുന്ന രീതിയിലേക്ക് എത്തിക്കപ്പെടാൻ ഞാൻ അല്ലെങ്കിൽ ഒരു ആലിമ് കാരണക്കാരനായാൽ അവരാണ് ലോകത്ത് ഏറ്റവും വലിയ ശാപം പിടിച്ച ആൾക്കാർ. ഇത് ഞാൻ പറഞ്ഞല്ല, ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. യാഥാർത്ഥ്യം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം. മഹാന്മാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ അതിരി വിട്ടു പോകുന്ന രീതിയിൽ അള്ളാഹുൻ്റെ ഹബീബ് എന്താ പറഞ്ഞത്? ലാ തജ്അൽ ഖബറ ഈദൻ, എൻ്റെ ഖബർ നിങ്ങൾ ഒരു ആഘോഷവേളയാക്കാൻ പാടില്ല. വസനയുഅബദ്, ആരാധ്യ വസ്തുവിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. റസൂലുള്ളാഹിൻ്റെ മേലെയല്ല നമുക്കൊന്നും. അള്ളാഹിൻ്റെ ഹബീബാണ് ഏറ്റവും വലിയ. അതിൻ്റെ മേലെയല്ല ഒന്നും, ആ വാക്കിന് മേലെയല്ല ലോകത്ത് ഒന്നും. അത് മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം അറിഞ്ഞിട്ടും ചില ആൾക്കാർ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ പള്ളയ്ക്ക് വേണ്ടി കാശിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പല കോപ്രായങ്ങളും ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും മനുഷ്യനിപ്പം ഭാര്യയെ കൊന്നതിൻ്റെ പേര് ജയിലിലാണ്. അപ്പം സ്വാഭാവികമായി ചോദിക്കും, എവിടെ പോയി നിൻ്റെ മടവൂര്? നീയല്ലേ നാട്ടുകാരോട് പറയുന്നത്? ചോദ്യമാണത്. അപ്പോൾ ചില വിഷയങ്ങൾ
കറാമത്ത് അല്ലെങ്കിൽ മൊഹീദി ശൈഖുകൾ എന്താ പറയുന്നത്, കറാമത്ത് എന്നത് പാടി നടക്കേണ്ട സംഗതിയല്ല, വെളിവാക്കി പറയേണ്ട സംഗതിയല്ല. അത് കറാമത്ത് ഉണ്ടെങ്കിൽ പോലും അതിനെ മറച്ചു വെക്കണേ എന്ന് പറഞ്ഞു മഹാന്മാരായ ആൾക്കാർ. പക്ഷെ ഇവിടെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് അതിങ്ങനെ പാടി നടക്കുകയാണ്. ഏതായാലും ആ മനുഷ്യൻ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും പബ്ലിസിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞ് അള്ളാൻ്റെ ഹബീബ് നിങ്ങൾ ചികിത്സിക്കണേ എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ പോലും വാക്കാണത്. അതെല്ലാം അവിടെ വെച്ച് ആ ഭാര്യ, ആ സ്ത്രീയെ, ആ പെണ്ണിനെ അതിൻ്റെ ഉള്ളിലിട്ട് അവസാനം വേദന, ഒരുപാട് വേദന സഹിച്ചിട്ടടിക്കും ആ സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇപ്പോഴും ഇവരൊന്നും ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും കാടത്ത് നിറഞ്ഞ ഏതോ ഒരു 10 അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലോ അതിന് 21-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു കാടത്ത് നിറഞ്ഞ രീതിയിൽ ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ കാലോചിതമായിട്ട് ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ട് ജീവിക്കാനോ ചിന്തിക്കാനോ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവൻ്റെയൊക്കെ തലയുടെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ സ്വാഭാവികം ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ അലിമ്യങ്ങൾ തലയെ കെട്ടിയവനാലും തൊപ്പിയിട്ടവനാലും പറയുന്നത് തേച്ചും അല്ല മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. മതം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളവസ്ത്രം ഇട്ടിട്ട് ഞാൻ നാളെ വന്നിട്ട് നിങ്ങളോട് വേറെന്തെങ്കിലും ഒരു കാര്യം പുതുതായി പറഞ്ഞാൽ അത് ദീനിൽ അതിലൊരു തെളിവില്ല, അത് എൻ്റെതായ ഒരു അഭിപ്രായമായിരിക്കും. ആ അഭിപ്രായമല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ, ഇങ്ങനെയുള്ളവരെ വളർത്തുന്നതും നമ്മൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് വളം കൊടുക്കാതെ ഇതിനെ ഒതുക്കി നിർത്തേണ്ടത് പ്രിയപ്പെട്ട വിശ്വാസികളാണ് നമ്മളാണ്. ഇത് കണ്ടപ്പോൾ ഈ ലത്തീഫിയുടെ ഒരു കാര്യം, ഭാര്യ മരണപ്പെട്ട കാര്യം കണ്ടപ്പോൾ വല്ലാണ്ട് വിഷമം തോന്നിപ്പോയി. അതുകൊണ്ട് ഇനി എന്ത് കാഫിലായാലും ശരി നമ്മൾ മഹാന്മാരെ സ്നേഹിക്കണം. അതിനൊരു പരിധിയുണ്ട്, ഒരു അതിരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ വസന യുബദ്, ആരാധ്യ വസ്തുവാക്കാൻ നമുക്ക് അധികാരമില്ല. അതുപോലെ അതിനെ ആഘോഷിക്കാനും നമുക്ക് അർഹതയില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇൻഷാ അള്ളാഹ് ഇനിയും ഒരുപാട് കാലത്ത് ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ പൊട്ടിമുളക്കും. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ ബേക്കിലുണ്ടാവും ആൾക്കാർ. തലച്ചോറില്ലാതെ പോയി നമ്മുടെ കോമിന്, തലച്ചോറില്ലാതെ പോയി. പണ്ടാരോ പറഞ്ഞ തലച്ചോറ് നായി നക്കിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? തലച്ചോറില്ലാതെ പോയി, ചിന്തിക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ഒന്നുമില്ലാതെ പ്രവാസ ജീവിതത്തിൽ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഭർത്താവ് അയക്കുന്ന പൈസ മുഴുവനും ഇങ്ങനെയുള്ളവൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു കൗമാണ് നമ്മുടെ കൗമ. അതുകൊണ്ട് നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മൾ നിസ്കരിക്കുക, ഖുർആനോദോ, ഹബീബായ തങ്ങൾ പറഞ്ഞ രൂപയിൽ ജീവിക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട കേസാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇത്രയും മടവൂറിനെ കുറിച്ച് പ്രസംഗിച്ച് ഇവർക്ക് ഇപ്പോൾ ഈ ഗതികേട് വന്നപ്പോൾ എന്താ അവസ്ഥ? ഒന്നുമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. എന്തേ? സ്വാഭാവികമല്ലേ, ചോദ്യത്തിന് ന്യായമില്ലേ? എവിടെ പോയടാ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് കൊടുക്കുക? ഈ പാവങ്ങളോട് ഇങ്ങനെ കുറേ പ്രസംഗിക്കുക, എന്നിട്ട് ഇങ്ങനെ കാശുണ്ടാക്കുക. ഏതായാലും ഇനിയും ഇതുപോലെ ഒരുപാട് തകര പൊട്ടി മുളക്കുന്ന ഒരുപാട് തകരച്ചെടികൾ ഇനിയും നമ്മൾ കാണേണ്ടി വരും. പക്ഷേ അതിനെ അവജ്ഞതയോടെ പുച്ഛിച്ച് തള്ളി നമ്മൾ ഇസ്ലാം പറഞ്ഞതുപോലെ മഹാന്മാർ, ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, മഹാന്മാർ സ്നേഹിക്കണം, അവർ അംഗീകരിക്കണം. അതിലെല്ലാം ഒരു ലൈനുണ്ട്. ആ ലൈന് നമ്മൾ പഠിപ്പിച്ചത് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് മറക്കാൻ പാടില്ല. ഇനിയും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീയാൻ പാടില്ല. അള്ളാഹു ഇൻഷാ അല്ലാഹ് നമ്മളെയൊക്കെ അള്ളാഹു ഖൈറിലാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.